ചേട്ടാ ഞങ്ങളുടെ ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? എന്റെ മമ്മി ഉണ്ടാക്കുന്ന ഊട്ടി ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനൊക്കെ ഇതിന് അഡിക്റ്റാ. അമ്മയുടെ ഭക്ഷണം ഗ്യാരണ്ടി ആണോ? അതെ, ഗ്യാരണ്ടിയാ. എത്ര ശതമാനം കൊടുക്കാൻ പറ്റും? 100-110. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് അമ്പലപ്പുഴ തിരുവല്ല റോഡിലാണ് കേട്ടോ. ഞാനിവിടെ ഒരാളെ ഇതിനു മുമ്പ് 2 മാസം മുമ്പ് ഒരു മോളെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തിയിരുന്നു. ഇപ്പം കച്ചവടമൊക്കെ അങ്ങ് ഉഷാറായി, ഒരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ് ഊട്ടി ബിരിയാണി. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ കേളമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ചേട്ടാ ഞങ്ങളുടെ ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി ബിരിയാണി അല്ലേ? അസ്കക്കുട്ടിയുടെ ബിരിയാണി സൂപ്പർ ബിരിയാണിയാ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടമൊക്കെ നന്നായിട്ട് പോകുന്നു. അപ്പൊ ഇനി ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോ എന്ത് ചെയ്യും? ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോ പപ്പയും മമ്മിയും അനിയനും കൂടെ ചെയ്യും. അപ്പൊ ശരിക്കും നമ്മൾ ഈ കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നത് എങ്ങനെയായിരുന്നു? അമ്മ ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു? മമ്മി നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരോടും പറയത്തൊന്നുമില്ല. മമ്മി ഞങ്ങൾക്ക് നല്ലതായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി തരും. പിന്നെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോ എല്ലാരും പറയും നല്ല ഫുഡാണല്ലോ എന്നൊക്കെ പറയും. അമ്മയുടെ ഭക്ഷണം ഗ്യാരണ്ടി ആണോ? അതെ, ഗ്യാരണ്ടിയാ. എത്ര ശതമാനം കൊടുക്കാൻ പറ്റും? 100-110. നിങ്ങൾ കഴിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ ഒരു കച്ചവടത്തിലേക്ക് ഇറങ്ങിയത്. ഇപ്പൊ ഊട്ടി ബിരിയാണി ഒരു ബ്രാൻഡായി മാറിയോ? അതെ. വീഡിയോ ചെയ്തതിനു ശേഷം എന്തൊക്കെയാ മാറ്റങ്ങൾ ഉണ്ടായത്? വീഡിയോ ചെയ്തതിനു ശേഷം കുറെ പേര് വരാറുണ്ട് ഇവിടെ. ചങ്ങനാശ്ശേരി, കോഴഞ്ചേരി, അവിടെ നിന്നൊക്കെ കുറെ ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വന്ന് കഴിക്കാറുണ്ട്. പാലക്കാട്ടിൽ നിന്ന് ഒരു അങ്കിൾ എപ്പോഴും ഞങ്ങളെ വിളിക്കും, നല്ലതായിട്ടുണ്ട് ബിരിയാണി, അടിപൊളിയായിട്ടുണ്ട്, ഇപ്പൊ ഇങ്ങനെ ടേസ്റ്റിലൊന്നും കിട്ടത്തില്ലെന്നൊക്കെ പറയും. നമ്മൾ ഇതിലൊന്നും ചേർക്കുന്നില്ല, അങ്ങനെ അടിപൊളി നാച്ചുറൽ ആയിട്ട് തന്നെ ചെയ്യുന്ന, അതായത് ഊട്ടി സ്റ്റൈല് ബിരിയാണി അല്ലേ? ഇപ്പൊ എത്ര മണിയാകുമ്പോ ഇവിടെ വരും? ഇപ്പൊ 11 മണിയാകുമ്പോ വരും. 11 മണിയാകുമ്പോ വരും. മോൾ അഡ്മിഷൻ എടുത്തോ? അഡ്മിഷൻ എടുത്തു. എവിടത്തേക്കാ എടുത്തേ? മംഗലാപുരം. മംഗലാപുരത്ത് ഏത് കോളേജാ? ആലിയ കോളേജ്. ആലിയ കോളേജിൽ ഞങ്ങളുടെ ഒരു കൊച്ചു വരുന്നുണ്ട്, നോക്കിക്കോണം കേട്ടോ വീഡിയോ കാണുന്നവരെല്ലാരും. ഓക്കെ, അപ്പം മോള് ഇനി ക്ലാസ്സിന് പോകുമ്പം ആരാണ് ഇവിടെ നിൽക്കുന്നത്? പപ്പ ഉണ്ടാവും, മമ്മി ഉണ്ടാവും. ഒന്നെങ്കിൽ പപ്പ, ഇല്ലെങ്കിൽ അനിയൻ ഉണ്ടാവും. അപ്പൊ പപ്പായും മമ്മിയും കൂടെ രംഗത്തിറക്കും അല്ലേ? അതെ, ഇറങ്ങുക. അപ്പൊ നിങ്ങളുടെ കച്ചവടമൊക്കെ ഉഷാറാകട്ടെ. അപ്പൊ നമ്മളിപ്പോ വീഡിയോ ചെയ്തിട്ട് എത്ര നാളായെന്നറിയോ? ഒരു 2 മാസമായി കാണും അല്ലേ? അപ്പൊ ഞാനിങ്ങനെ യാദൃശ്യമായിട്ട് വഴിയിലൂടെ വരുമ്പോഴാണ് ഈ മോളെയും മോനെയും കൂടെ കാണുന്നത്. നമുക്ക് ഒരാളെയും കൂടെ വിളിക്കാം, വാ കേറിക്കോ. ഇത് ആങ്ങളെയാണല്ലേ? അനിയനാണ്. അപ്പൊ മോൻ ഇവിടെ കാണുമോ ഇനി മോള് പോകുമ്പോ? മോനെ എവിടെ കോഴ്സ് ചെയ്തേ? പഠിച്ചേക്കെ എവിടാ? അപ്പൊ ഇനി എന്തിലേക്കാ പോന്നെ? നഴ്സിംഗിനാ പോന്നെ. അപ്പൊ ഗ്യാപ്പ് ഇടണോ? നഴ്സിംഗിന് വേണ്ടി പോകാനാ. അപ്പൊ ഈ വർഷം അവനെ വിടാനായിട്ട് പറ്റുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകുമ്പോ അത്രയും വീട്ടിലൊരു ചെലവും കാര്യങ്ങളൊക്കെ ചെലവുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അത്രയും പറ്റാത്ത കൊണ്ട് ഒരാളെ ആയിട്ട് വിടുക നോക്കുന്നുണ്ട്. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പാഷന്റെ പുറത്ത് നമ്മൾ ഇറങ്ങിയതാണല്ലേ? അപ്പൊ സംഭവം അങ്ങ് ബ്രാൻഡായി. ഇപ്പൊ എല്ലാരും പ്രതീക്ഷിച്ചു വരും ഈ സമയത്ത്. കുറെ പേര് ഇല്ലെങ്കിൽ ഞായറാഴ്ച ഒക്കെ വിളിക്കാറുണ്ട് എവിടാന്നൊക്കെ ചോദിച്ചു. അപ്പൊ എന്തായാലും കച്ചവടമൊക്കെ ഉഷാറാട്ടെ. അപ്പൊ ഇന്ന് എത്ര ബിരിയാണിയാ മൊത്തത്തിൽ കൊണ്ടുവന്നേ? ഞങ്ങൾ ഒരു 30-32 എണ്ണം കൊണ്ടുവന്നു. ഇപ്പം അത് ചെലവായിട്ടേ പോത്തുള്ളൂ. എനിക്ക് വയ്യ, ഒരു ബ്രാൻഡൊക്കെ ആയി മാറി കേട്ടോ. ഇനിയിപ്പോ മോള് ക്ലാസ്സിന് വേണ്ടി പോകാൻ വേണ്ടി പോവാണ്, കാരണം അഡ്മിഷനൊക്കെ എടുത്തു. അപ്പൊ ഇതാണ് ഇവരുടെ ഊട്ടി ബിരിയാണി. ഈ ബിരിയാണിയുടെ കഥ എങ്ങനെയാണെന്നറിയാമോ? അതായത് അമ്മ വീട്ടിൽ ഈ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പം അമ്മയുടെ ആ ഭക്ഷണം ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് മക്കള് അമ്മയുടെയൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടതും ഇങ്ങനെ ഒരു കച്ചവടത്തിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. എവിടെയാണ് ഇവിടുന്ന് എത്ര ദൂരമുണ്ട് വീട്ടിലേക്ക്? 10 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 10 കിലോമീറ്റർ ആ വീട്ടിൽ നിന്ന് രാവിലെ ചെയ്തിട്ട് ഇവിടെ കൊണ്ടിട്ടുള്ള കച്ചവടമാണ്. അപ്പോൾ നിങ്ങൾ സ്ഥലം മറന്നുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ സ്ഥലം പറയുകയാണ്. ഇത് നമ്മുടെ അമ്പലപ്പുഴ തിരുവല്ല റോഡാണ്. കേളമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം നമ്മുടെ എടത്വായ്ക്കും തകഴിക്കും ഇടയിലാണ്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അവിടെയാണ് ഇവർ രണ്ടുപേരും കൂടെ ഉള്ള കച്ചവടം. ഇനി മോക്ക് അഡ്മിഷൻ എടുത്ത് കഴിയുമ്പം ഇവിടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും കാണും. അപ്പൊ ഇനി ഞാൻ വരുമ്പോ ഒരു കടയൊക്കെ ഇടണം. ബ്രാഞ്ച് ആയിട്ട് തുടങ്ങാൻ വേണ്ടി പ്ലാൻ ഉണ്ട്. സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വയ്യ. ബ്രാഞ്ച് ആയിട്ട് ഓപ്പൺ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലാം നടക്കും. ഞാൻ പോയെടുത്തൊന്നും അങ്ങനെ മോശമായിട്ടില്ല, അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. അപ്പൊ ഇവരൊരു ബ്രാൻഡായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും സപ്പോർട്ട് കൊടുക്കണേ. മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അദ്ദേഹത്തിൽ വീണ്ടും കാണാം.